വെൽക്കം ടു ഗ്രേസ് പാത്ത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവ് മാധ്യമങ്ങളിൽ വാർത്തയായതോടെ നാവിലെ കെട്ടും ആറാം വിരലും കേരളത്തിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ അന്വേഷിച്ച ഒന്നാണ് എന്താണ് നാവിലെ കെട്ട് അല്ലെങ്കിൽ നാവിലെ വള്ളി അല്ലെങ്കിൽ ടങ് ടൈ എന്നത്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. നമ്മുടെ നാക്കിനെ വായുടെ താഴ്ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന ഒരു നേരിയ പാടയാണ് ലിംഗ്വൽ ഫ്രെനുലം. നാക്കിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ ഈ ഭാഗത്തിന് കഴിയും. ഈ ഫ്രെനുലം അസാധാരണമാം വിധം നാക്കിൻ്റെ തുമ്പത്തേക്ക് നീങ്ങിയും കൂടുതൽ ഘനത്തിലും അതുപോലെ തന്നെ കുറുകിയും ഒക്കെ കാണപ്പെടുന്ന ഒരവസ്ഥയാണ് ടങ് ടൈ അല്ലെങ്കിൽ നാവിലെ കെട്ട് അല്ലെങ്കിൽ നാവിലെ വള്ളി എന്ന് നാം പറയുന്നത്. ജന്മനാ തന്നെ ഇത് കാണപ്പെടും. അതുപോലെ തന്നെ നവജാത ശിശുക്കളിൽ 1 മുതൽ 11% വരെ ഈ പ്രശ്നം ഉള്ള കുട്ടികൾ ആയിരിക്കും. പൊതുവെ ഇത് ആൺകുട്ടികളിലാണ് കൂടുതലായി കാണപ്പെടുക. പലപ്പോഴും ടങ് ടൈ ഉണ്ടെങ്കിലും അത് ലക്ഷണങ്ങൾ പ്രകടമാക്കാറില്ല. പക്ഷേ ചില കുട്ടികൾക്ക് ജനിച്ച സമയത്ത് തന്നെ ഇത് സിവിയറായിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പാൽ കുടിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതുപോലെ തന്നെ മുലയൂട്ടുന്നത് അമ്മയ്ക്കും പ്രയാസമേറിയ ഒരു കാര്യമായി തീരാം. അമ്മയുടെ നിപ്പിളിൽ ക്രാക്കും മറ്റും ഉണ്ടാകാനായിട്ട് ഇത് ഇടയാക്കും. ജനന സമയത്ത് തന്നെ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് ടങ് ടൈ കണ്ടെത്തി കറക്റ്റ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ സാധാരണ രീതിയിൽ പാൽ കുടിക്കാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കും. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ബോട്ടിൽ ഫീഡിങ് അത്ര പ്രശ്നമുള്ളതായിരിക്കുകയില്ല. കുറച്ചുകൂടി മുതിർന്ന കുഞ്ഞുങ്ങളിൽ ഈ ടങ് ടൈ നാവിൻ്റെ മുകളിലേക്കും വശങ്ങളിലേക്കുമുള്ള ചലനം ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഉച്ചാരണത്തിൽ വ്യക്തതക്കുറവ് വരാൻ ഇടയുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നാക്ക് മുകൾ ഭാഗത്ത് മുട്ടേണ്ടി വരുന്ന രീതിയിൽ ഉച്ചരിക്കേണ്ട ചില അക്ഷരങ്ങൾ. ഉദാഹരണമായി ഇംഗ്ലീഷിൽ ടി, ഡി, എൽ, സെഡ്, എച്ച്, എൻ എന്നീ അക്ഷരങ്ങളും മലയാളത്തിലെ ന, ള, ണ ഇത്തരം അക്ഷരങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഉച്ചരിക്കാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടി എളുപ്പത്തിൽ അവർക്ക് ഉച്ചരിക്കാൻ പറ്റുന്ന മറ്റു ചില അക്ഷരങ്ങളായിരിക്കും ഇവയ്ക്ക് പകരം ഉപയോഗിക്കുക. ഇത് അവരുടെ സംസാരത്തിൽ അവരുപയോഗിക്കുന്ന ഭാഷയുടെ വ്യക്തത നഷ്ടപ്പെടാൻ ഇടയാക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ കോൺ ഐസ്ക്രീമും മറ്റും വശങ്ങളിൽ നിന്ന് നക്കി കഴിക്കേണ്ടതായതുകൊണ്ട് തന്നെ അതൊക്കെ കഴിക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെടും. അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് ഓടക്കുഴൽ പോലെയുള്ള വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇനി എങ്ങനെയാണ് ഇത് നമ്മൾ കണ്ടെത്തുക? ടങ് ടൈ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? മിക്കവാറും ഇപ്പോൾ നമുക്കറിയാം, എല്ലാ ആശുപത്രികളിലും തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന വഴി തന്നെ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്ന് പരിശോധന ഡോക്ടേഴ്സ് നടത്തും. അത്തരം പരിശോധനയിൽ തന്നെ പല കുട്ടികളുടെയും ടങ് ടൈ കണ്ടെത്തുകയും അവരതിൻ്റെ ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്യും. എന്നാൽ അങ്ങനെ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അവർ കുറച്ചുകൂടി മുതിർന്നു വരുന്ന സമയത്തായിരിക്കും ഇത് ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് നമ്മൾക്ക് നമ്മുടെ നാവ് പുറത്തേക്ക് നീട്ടുകയാണെങ്കിൽ നമ്മുടെ താഴത്തെ ചുണ്ട് കവിഞ്ഞ് ഈ നാക്ക് പുറത്തേക്ക് നമുക്ക് നീട്ടാനായിട്ട് സാധിക്കും. എന്നാൽ ടങ് ടൈ ഉള്ള കുട്ടികൾക്ക് ഇത്തരത്തിൽ നാവ് പുറത്തേക്ക് നീട്ടാനായിട്ട് സാധിക്കുകയില്ല. അവർ നാവ് പുറത്തേക്ക് നീട്ടുന്ന സമയത്ത് നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഹാർട്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു ഡബ്ല്യുവിൻ്റെ ഷേപ്പിലോ ഒക്കെ നാക്കുണ്ടാവും. സാധാരണ കുട്ടികൾ പുറത്തേക്ക് നീട്ടുമ്പോൾ കാണുന്നതിനേക്കാളും വ്യത്യസ്തമായൊരു ഷേപ്പായിരിക്കും ടങ് ടൈ ഉള്ള കുട്ടികൾ നാവ് പുറത്തേക്ക് നീക്കുമ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഈ നാവ് ഉയർത്തി പല്ലിൻ്റെ വശങ്ങളിലേക്കോ അണ്ണാക്കിലേക്കോ ഒന്നും ടച്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് അവരുടെ ഓറൽ ഹൈജീനിലുള്ള പ്രോബ്ലംസ്. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പല്ലുകളിലും
പല്ലുകളുടെ വശങ്ങളിലും ഒക്കെ ഇരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ നാവ് ഉപയോഗിച്ചാണ് ഒന്ന് ചുറ്റിച്ച് അത് ക്ലിയർ ചെയ്തെടുക്കുക. പക്ഷേ ഈ കുട്ടികൾക്ക് അത് സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അത് വായിൽ അണുബാധ ഉണ്ടാകാനും പുഴുപ്പല്ലും മറ്റും ഉണ്ടാകുന്നതിനുമൊക്കെ ഇടയാക്കും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർ ഉച്ചരിച്ച് തുടങ്ങുമ്പോൾ നാക്ക് മുകൾ ഭാഗത്ത് ടച്ച് ചെയ്ത് പറയേണ്ട ആൽഫബറ്റ്സ് ഉച്ചരിക്കാൻ അവർക്ക് പ്രയാസം കാണും. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരത്തിൻ്റെ ഭാഷയുടെ വ്യക്തത അത് നഷ്ടപ്പെടും. പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികൾ സംസാരിക്കുന്നതിന് ഒരിക്കലും താമസം ഉണ്ടാവുകയില്ല. ടങ് ടൈ ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ താമസം ഉണ്ടാക്കുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്ക് അവരുടെ സംസാരം വൈകുകയാണെങ്കിൽ അതൊരിക്കലും ടങ് ടൈ കൊണ്ടാണെന്ന് കരുതി ഒരു ഡോക്ടറെ സമീപിക്കാതിരിക്കരുത്. ടങ് ടൈ ഒരിക്കലും കുഞ്ഞുങ്ങളിൽ സംസാരം വൈകുന്നതിന് ഒരു കാരണമായി തീരുകയില്ല. പിന്നീട് ഇതെങ്ങനെയാണ് നമുക്ക് ചികിത്സിക്കാനായി സാധിക്കുക എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു, ജനന സമയത്തെ പരിശോധനയിൽ തന്നെ നമുക്ക് ടങ് ടൈ കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ പാൽ കുടിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മളിത് കണ്ടെത്തും. ആ സമയത്ത് കറക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. കാര്യം ആ സമയത്ത് ഇതൊരു നേരിയ പാട പോലെ ആയിരിക്കും. അത് അധികം വേദന ഉണ്ടാക്കുകയുമില്ല. ആ സമയത്ത് കറക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇനി ആ സമയത്ത് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളിൽ ഇത് കറക്റ്റ് ചെയ്യാൻ നേരത്ത് അനസ്തീഷ്യ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ലേസർ മറ്റുപയോഗിച്ചുള്ള ചികിത്സ വളരെ എളുപ്പമാണ്. വളരെ ലളിതമായ ഒരു പ്രൊസീജിയറാണിത്. നമ്മളതിനെ ടങ് ടൈ റിലീസ് അല്ലെങ്കിൽ ഫ്രിനോട്ടമി എന്ന് പറയും. സങ്കീർണതകളൊന്നും തന്നെ ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ ചെറിയ കുട്ടികളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ പാല് കുടിക്കാൻ ഉള്ളവരുടെ പ്രയാസം മാറി പാല് കുടിച്ചു തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പല കുട്ടികളിലും സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായത്തിൽ ടങ് ടൈ റിലീസ് ചെയ്യുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് സംസാരിക്കാൻ കഴിയുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ചില അക്ഷരങ്ങൾ പറയാനുള്ള പ്രയാസം കൊണ്ട് അതിന് പകരം കുറച്ചുകൂടി അവർക്ക് പറയാൻ എളുപ്പമുള്ള അക്ഷരങ്ങൾ റീപ്ലേസ് ചെയ്ത് അവർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്താണ് നമ്മൾ ഈ ടങ് ടൈ റിലീസ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് അവർ പണ്ട് പറഞ്ഞ് ശീലിച്ചത് തന്നെ വീണ്ടും പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ സഹായം എടുക്കുന്നത് നല്ലതായിരിക്കും. ടങ് ടൈ റിലീസ് കഴിഞ്ഞ് അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ ഉച്ചാരണത്തിലെ വ്യക്തത കറക്റ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ സഹായം കൂടി എടുക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. തീർച്ചയായും ഈ വീഡിയോ ടങ് ടൈ എന്താണെന്ന് അറിയുന്നതിനും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിയുന്നതിനും അതെങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് അറിയുന്നതിനും നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. നിങ്ങൾക്കിത് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.